ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ട് ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ബീട്രൂട്ടിലെ നൈട്രേറ്റുകൾ രക്തയോട്ടം മെച്ചപ്പെടുത്താനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അതിനായി ഞാനിപ്പോൾ ഇവിടെ ഒരു ബീട്രൂട്ടിൻ്റെ 1/4 ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം. ശേഷം ഞാനിപ്പോൾ 60 ml കപ്പിലാണ് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് നന്നായി അരച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കത് നിന്നും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നോക്കൂ, അത് നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ദോശമാവിലേക്ക് ഈ അടിച്ചെടുത്ത ബീട്രൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായി തന്നെ രണ്ടും കൂടെ ബ്ലെൻഡായി പോകണം, കാരണം അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് കളർ കിട്ടത്തുള്ളൂ. കണ്ടോ, ഇപ്പോൾ നമുക്ക് ഈ ഒരു കളറിൽ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്കിത് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാനായിട്ട് വയ്ക്കാം. പാൻ നല്ലോണം ചൂടായി വന്നതിന് ശേഷം നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. അത് നോക്കൂ, ഇപ്പോൾ നമ്മുടെ ദോശ നമ്മൾ വട്ടത്തിൽ നന്നായി പരത്തി കൊടുക്കുക. ഇനി നമുക്കതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നന്നായി വെന്ത് വരുന്നുണ്ട്. ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് അല്പം നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ നെയ്യാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ദോശക്കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാ നോക്കൂ, നമുക്ക് നമ്മുടെ ദോശ നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ്. സോ താങ്ക് യു.